എൻ്റെ പേര് ജിഷ്ണു. ഞാൻ പാലക്കാട് ജില്ലയിലെ ആറങ്ങോട്ടൂർ സ്വദേശിയാണ്. അത് എനിക്ക് പുറത്തേക്ക് പോകാൻ വലിയ താല്പര്യമില്ല. അതായത് അബ്രോഡ് പോകാനോ അവിടെ ജോലി നോക്കാനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് അധികം അക്കാഡമിയുടെ ഒക്കെ കണ്ടു. അതിൽ ബിഗ് ലേണിംഗ് ക്ലാസ്സൊക്കെ ഞാൻ കണ്ടു നോക്കിയപ്പോൾ അതൊക്കെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ഒരു 6 മാസത്തോളം വർക്ക് ചെയ്തിരുന്ന ഒരാൾ ഇരുന്ന് പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ എല്ലാ ഫാമിലീസിലും ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ പറഞ്ഞു ഇരുന്ന് പഠിച്ചോളാൻ പറഞ്ഞു. പിന്നെ ഏണസ്റ്റ് അക്കാഡമിയുടെ ആപ്പിൽ ഒരുപാട് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ആപ്പിൽ തന്നെ നമുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് വെച്ചൊക്കെയാണ് നമ്മൾ ടിപ്സായി പറയാതെയാണുള്ളത്. പിന്നെ നല്ല മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിന് പ്രിപ്പയർ ആയിരിക്കണം. ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് എക്സാമിനേഷനിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ജിഷ്ണുവാണ്. സ്വാഗതം ചെയ്യാം ജിഷ്ണുവിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക്. വെൽക്കം ജിഷ്ണു. താങ്ക് യു. ജിഷ്ണു, ഇപ്പോൾ 1ാം റാങ്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എക്സാം എഴുതി അതിൽ 1ാം റാങ്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല, നമുക്ക് വളരെ സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന പ്രേക്ഷകർക്കും ഞങ്ങൾക്കൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും ജിഷ്ണുവിനെ പറ്റി. അപ്പോൾ ജിഷ്ണുവിൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമുക്കൊന്ന് അറിയാൻ വേണ്ടി. എൻ്റെ പേര് ജിഷ്ണു. ഞാൻ പാലക്കാട് ജില്ലയിലെ ആറങ്ങോട്ടൂർ സ്വദേശിയാണ്. ഞാൻ പഠിച്ചത് ഗവൺമെൻറ് ITI മലമ്പുഴയിലാണ്. ITI മെഷീനിസ്റ്റാണ് പഠിച്ചത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് SIFL-ലാണ്. അവിടെ മെഷീനിസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഗവൺമെന്റ് IT എന്ന് പഠിച്ചിറങ്ങാനാണ്. പൊതുവെ നമ്മുടെ IT എന്ന് പഠിച്ചിറങ്ങുന്ന എല്ലാവരുടെ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ സഡനായിട്ട് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഫേമിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ജോലിയിലോ കയറി അവിടെ സെറ്റിൽ ചെയ്യാനാണ്. ഈ ഗവൺമെന്റ് സെക്ടറിലേക്ക് വരുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ആദ്യമായിട്ടൊരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നൊരു ഡിസിഷനിലേക്ക് ജിഷ്ണു എത്തിയത്? അത് എനിക്ക് പുറത്തേക്ക് പോകാൻ വലിയ താല്പര്യമില്ല. അതായത് അബ്രോഡ് പോകാനോ അവിടെ ജോലി നോക്കാനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നാട്ടിലൊരു ജോലി ആകുമ്പോൾ നമുക്കൊരു സെക്യൂർ ആയിട്ടുള്ളൊരു ജോലി. അപ്പോൾ പിന്നെ ഗവൺമെന്റിൽ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് സർക്കാർ ജോലി തിരഞ്ഞെടുത്തത്. അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ സർക്കാർ ജോലി തിരഞ്ഞെടുക്കുമ്പോൾ, അതായത് സർക്കാർ ജോലിയെ സംബന്ധിച്ചിടത്തോളം ഒരു 10ാം ക്ലാസ് യോഗ്യതയിലും +2 യോഗ്യതയിലൊക്കെ ധാരാളം എക്സാമുകളുണ്ട്. അതായത് ജനറൽ PSC പോലുള്ള എക്സാമിനേഷൻ. അതിലും ഒരു ടെക്നിക്കൽ തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ കാര്യം എന്താണ്? ജനറൽ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. പിന്നെ ടെക്നിക്കലായിരിക്കുമ്പോൾ നമുക്ക് എന്താണോ പഠിച്ചത് അതാണ് നമുക്ക് കൂടുതലും ഉണ്ടായിരിക്കുക എക്സാമിനും മറ്റും. അപ്പോൾ ടെക്നിക്കലാവും കുറച്ച് കോമ്പറ്റീഷൻ കുറവുണ്ട്. അത് എൻ്റെ അറിവിൽ കുറച്ച് കോമ്പറ്റീഷൻ കുറവുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അത് തന്നെ തിരഞ്ഞെടുത്തു. സേഫ് സോൺ അങ്ങ് പിടിച്ചു. ഓക്കെ, കൊള്ളാം. നല്ല ഡിസിഷൻ ആയിരുന്നു. തീരുമാനം ശരിയാണെന്ന് 1ാം റാങ്ക് കിട്ടിയപ്പോൾ ഉറപ്പിച്ചു. അത് മനസ്സിലായി. ജനറൽ PSC ആണെങ്കിൽ പക്ഷെ അത്രയും വലിയൊരു ഇല്ല, നമുക്ക് എല്ലാം നമ്മൾ ഒന്നേന്ന് പഠിച്ചു തുടങ്ങണം. ഈ ചരിത്രവും മറ്റുള്ളതെല്ലാം ഒന്നേന്ന് പഠിച്ചു തുടങ്ങണം. ടെക്നിക്കലാകുമ്പോൾ നമുക്ക് ഓൾറെഡി പഠിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ അതിന്റെ കണ്ടിന്യൂസ് അങ്ങ് പഠിച്ചു പോയാൽ മതി. ശരി. ആ നാച്ചുറൽ ഫ്ലോയിൽ അങ്ങ്. അതെ അതെ അതെ. എന്തായാലും അത് വലിയ നേട്ടത്തിൽ എത്തിച്ചു അല്ലേ? അതെ അതെ. അതായത് ജിഷ്ണു പറഞ്ഞു ഈ ഒരു മേഖല തിരഞ്ഞെടുത്തു, അതായത് കോമ്പറ്റീഷൻ കുറവുള്ള ഒരു മേഖല തിരഞ്ഞെടുത്തു എന്ന് പറയുന്നു. ഈ കോമ്പറ്റീഷൻ കുറവെന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു ടെക്നിക്കൽ പരീക്ഷയ്ക്ക് ആപ്ലിക്കൻസിന്റെ എടുക്കുമ്പോൾ 5000 അപ്പം ഈ 5000 കുട്ടികളുമായിട്ട് മത്സരിച്ചാൽ പോലും 1ാം റാങ്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പൊ ഈ ജിഷ്ണുവിനെ 1ാം റാങ്കിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? 1ാം റാങ്കിലേക്ക് എത്തിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ അതിനായി ടൈം കണ്ടെത്തി. ഒരു 6 മാസം ഞാൻ ബ്രേക്ക് എടുത്ത് ഇരുന്ന് പഠിക്കാന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അപ്പോൾ പഠിക്കാനുള്ള മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആയിരുന്നു. പിന്നെ വേണ്ടത് ഒരു പ്രോപ്പർ ഗൈഡൻസും ക്ലാസ്സൊക്കെ കിട്ടിയാൽ വളരെ നന്നാവും. അപ്പോൾ പിന്നെ യൂട്യൂബിലെല്ലാം നോക്കിയപ്പം കുറച്ച് അധികം അക്കാഡമിയുടെ ഒക്കെ കണ്ടു. അതിൽ ബിഗ് ലേണിംഗ് ക്ലാസ്സൊക്കെ ഞാൻ കണ്ടു നോക്കിയപ്പോൾ അതൊക്കെ നല്ല ക്ലാസ് ആയിരുന്നു. അത് ജോയിൻ ചെയ്തു. ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ ക്ലാസ്സസ് എല്ലാം ആപ്പിൽ പ്രീവിയസ് ക്ലാസ് എല്ലാം അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് മൊഡ്യൂൾ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒരു നല്ല ഗൈഡൻസ് ആയിരുന്നു. പിന്നെ ഇതിനായിട്ട് ഞാൻ ഒരു 6 മാസത്തോളം വർക്ക് ചെയ്തിരുന്ന ഒരാൾ ഇരുന്ന് പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ എല്ലാ ഫാമിലീസിലും ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ പറഞ്ഞു ഇരുന്ന് പഠിച്ചോളാൻ പറഞ്ഞു. അത്ര തന്നെ. ഇതൊക്കെ തന്നെയാണ് 1ാം റാങ്കിലേക്ക് എത്തിച്ചത്. 1ാം റാങ്കിലേക്ക് നയിച്ച ഘടകങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്ത ഒരു വലിയ വിഭാഗം ഉണ്ടായിരിക്കും. അവരൊക്കെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. 10-15 പേർക്ക് ഇടം നേടുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ്. അപ്പം എല്ലാവരും ഇതേ രീതിയിൽ തന്നെ പഠിച്ചവർ തന്നെ ആയിരിക്കും. പക്ഷെ അവരെ കടത്തി വെട്ടിക്കൊണ്ട് നമുക്ക് 1ാം റാങ്ക് കിട്ടുമ്പോൾ അതിനകത്തൊരു എന്തെങ്കിലും ഒരു ടിപ്സ് നമ്മുടേതായിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അവരെക്കാളും മുമ്പിൽ എത്തുള്ളൂ. അപ്പൊ എന്തായിരിക്കും ആ ഒരു ടിപ്സ്? ഇതിലേക്ക് എത്തിച്ച ടിപ്സ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത് OMR-ലാണ് ഞാൻ വർക്കൗട്ട് ചെയ്തിരുന്നത്. OMR ഷീറ്റ് പ്രിന്റ് എടുത്തിട്ട് അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മെഷീനിസ്റ്റ് റിലേറ്റഡ് ആയിട്ട് നടന്ന എല്ലാ എക്സാംസും, അതായത് ഫിറ്റർ ടർണർ, ഇതെല്ലാം മെഷീനിസ്റ്റിൽ റിലേറ്റ് ആയി വരുന്ന ഒരു 70% വരും. അപ്പോൾ അതെല്ലാം ഞാൻ
OMR ഷീറ്റിൽ വർക്കൗട്ട് ചെയ്തിരുന്നു. പിന്നെ ഒരെണ്ണം നമുക്ക് വേണ്ടത് പുതിയ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അതിനാണ് ഈ എല്ലാ തരം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നോക്കുന്നത്. പിന്നെ ഏണസ്റ്റ് അക്കാഡമിയുടെ ആപ്പിൽ ഒരുപാട് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ആപ്പിൽ തന്നെ നമുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് വെച്ചൊക്കെയാണ് നമ്മൾ ടിപ്സായി പറയാതാണുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും സമയം ബ്രില്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതെ ഈ ഒരു അഡ്വാൻറ്റേജ്, അതായത് എഴുതി ബബിൾ ചെയ്ത് പ്രാക്ടീസ് ഒരുപാട് സമയം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞില്ല 6 മാസത്തോളം ഞാൻ വേറെ ഒന്നും ചെയ്തിരുന്നൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ എക്സാം ഹാള് ചെറിയ കാര്യമല്ല. ഇവിടെ ഈ പ്രാക്ടീസ് ചെയ്ത് എങ്ങനെയാണ് എക്സാം ഹാളിൽ ഉപയോഗപ്പെട്ടത്? അത് മുമ്പൊക്കെ OMR ഞാൻ സാധാരണ ജനറൽ PSCക്കൊക്കെ പോയി കഴിഞ്ഞാൽ OMR തന്നെ ഒരേ ലൈനിൽ തന്നെ 2 ബബിളൊക്കെ ചെയ്യും, തെറ്റിപ്പോകുന്നത്, ക്വസ്റ്റ്യൻ മാറി ചെയ്യും. ഇപ്പോൾ വീട്ടിൽ ഞാൻ ഇതേപോലെ OMR പ്രിന്റിൽ ചെയ്യുമ്പം നമുക്ക് ചെയ്ത് ശീലമായി. അതുകൊണ്ട് ആ മിസ്റ്റേക്സ് ഒന്നും വരുന്നില്ല. പിന്നെ സമയം ടൈമർ വെച്ചിട്ടൊന്നല്ല എക്സാം എഴുതിയിരുന്നത്. സാധാരണ നമ്മൾ സമയം നോക്കുമല്ലോ, അപ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ അതിൻ്റെ ഉള്ളിലൊക്കെ എക്സാം കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടൈം കിട്ടാത്തൊരു പ്രശ്നം വരുന്നു. ആ ഒരു സമയത്തിനുള്ളിൽ എത്ര എക്സാം ഓവർകം ചെയ്യാൻ പറ്റും? അതായത് ക്വസ്റ്റ്യൻ എത്ര വട്ടം നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റാറുണ്ട് എക്സാം ഹാളിൽ അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് റിവൈസ് ചെയ്യേണ്ട കാര്യമില്ല. അറിയാത്തത് മാത്രം അങ്ങ് വിട്ടുപോകും. പിന്നെ അത് ലാസ്റ്റ് നോക്കും, അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാറുണ്ടോ എക്സാം ഹാളിൽ? ഇല്ല, നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1 മുതൽ അങ്ങ് തുടങ്ങി പോകും. അറിയാത്തത് മാർക്ക് ചെയ്ത് വിടും, ലാസ്റ്റ് നോക്കും. സമയം ഉണ്ടാവും, എന്തായാലും സമയത്തിന്റെ ഒരു പ്രശ്നം വരുന്നില്ല. ഇങ്ങനെയാണ് ഒരു വേ ഓഫ് സ്ട്രാറ്റജി. അതായത് ജിഷ്ണു പറഞ്ഞു, ജിഷ്ണുവിന്റെ ഏതാണ്ട് 6 മുതൽ 8 മാസത്തെ എഫേർട്ടിന്റെ കാര്യം പറഞ്ഞു. പൊതുവേ നമുക്കിടയിൽ ചുറ്റുപാടും എല്ലാവരും ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇറങ്ങാറുണ്ട്. പക്ഷെ ഇവരുടെ എല്ലാം പണ്ടത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ കാണുന്ന ഒരു കൺസിസ്റ്റൻസി എക്സാം എൻഡ് ടൈമിൽ ഉണ്ടാവില്ല. പലപ്പോഴും പലരും റാങ്ക് ലിസ്റ്റിലൊക്കെ ഇടം നേടും, പക്ഷെ ജോലി കിട്ടുന്നതിന് മതിയായ റാങ്കിൽ അവർ എത്താറില്ല. ഇതൊരു പൊതുവെ കണ്ടുവരുന്ന കാര്യമാണ്. അപ്പോൾ ജിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം ഈ തുടക്കത്തിലെ മോട്ടിവേഷൻ എങ്ങനെയാണ് എൻഡ് വരെ കൊണ്ടുപോകാൻ കഴിഞ്ഞത്? ഞാൻ എന്തായാലും ഇറങ്ങി ഇതിന് ബ്രേക്ക് എടുത്ത് നമ്മൾ പഠിക്കാന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പം പിന്നെ എന്തായാലും പഠിച്ചേ പറ്റൂ. പിന്നെ മെയിനായിട്ട് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ജോലിക്ക് കയറിയവരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്രൂപ്പിലൊക്കെ നോക്കുമ്പോൾ ഗ്രൂപ്പിൽ ഇടയ്ക്കിടയ്ക്ക് റാങ്ക് ലിസ്റ്റൊക്കെ മിക്ക ദിവസവും റാങ്ക് ലിസ്റ്റ് വരും. അതിലൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ പഠിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ്. പിന്നെ നല്ല മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഇട്ട് തരും. അങ്ങനെയൊക്കെ അതൊക്കെ തന്നെയാണ് മോട്ടിവേഷൻ. പിന്നെ കുറഞ്ഞു പോയിട്ടൊന്നുമില്ല, കാരണം നമുക്ക് വേറൊരു ഓപ്ഷൻ നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ മോട്ടിവേഷൻ കുറേ യാതൊരു വഴിയില്ല. അത് തന്നെ. ഈ എക്സാം ഹാള് വരെ പോയപ്പം ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ പഠനത്തിന് വേണ്ടി കണ്ടെത്തിയ സമയമൊക്കെ എങ്ങനെയായിരുന്നു? സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെ മുൻകൂട്ടി നിശ്ചയിച്ചൊരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സൗകര്യം പോലെ അങ്ങനെ ഇരുന്ന് പഠിക്കും. പിന്നെ വേറെ വർക്കൊന്നും ഇല്ലാത്ത കാരണം പിന്നെ വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഭയങ്കര റിലാക്സ് ആയിട്ടാണ് ഇരുന്ന് പഠിച്ചായിരുന്നു. ഈ ചിലരൊക്കെ പറയാറുണ്ട് പഠിക്കുന്നിടയ്ക്ക് ബോറടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്തു? ബോറടി ഫോണിൽ നോക്കും, അത്രയാണ് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ. കുറച്ച് സമയം പഠിക്കും, ഫോണിലും മറ്റുള്ള ആക്ടിവിറ്റീസിലും പുറത്തു പോകും, കളിക്കാൻ പോകും. പിന്നെ വരുമ്പോൾ ഇരുന്ന് പഠിക്കും. അങ്ങനെ നിശ്ചിതമായ ഒരു സമയം ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതായത് ഒരു സമയത്ത് ഒരു ഫുൾ സ്ട്രെച്ച് ചെയ്തിരുന്ന് പഠിക്കുകയാണോ അതോ ഒരു ദിവസം പലപ്പോഴായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുകയാണോ? ഡിവൈഡ് ചെയ്തിട്ട്. അത് നമുക്ക് വേറെയും ഒരുപാട് ഇതുണ്ടല്ലോ, പുറത്തു പോകാൻ വേറെ പരിപാടി ഒന്നുമല്ല, പുറത്തു പോകാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ വൈകുന്നേരം ഒരു രാത്രി 10 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ചിരുന്നു. പിന്നെ വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമുക്ക് ഡൈവേർട്ടായി പോകാൻ വേറെ കാര്യങ്ങളൊന്നും രാത്രിയാണ് കൂടുതൽ പഠിച്ചിരുന്നത്. അപ്പം ജിഷ്ണു ഒരു വലിയ നേട്ടത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അതായത് 1ാം റാങ്ക് ഒരു ചെറിയ കാര്യമല്ല, അപ്പം വലിയൊരു കാര്യമാണ്. അപ്പം ഈ ITA ലെവലുള്ള പല എക്സാമിനേഷനുകൾ ITA യോഗ്യതയുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പബ്ലിക് സെക്ടർ എക്സാംസ് വരാറുണ്ട്. അതായത് ഗവൺമെന്റ് തന്നെ കമ്പനികളിലേക്ക് വരാറുണ്ട്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാറുണ്ട്, VSSC പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് വരാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ടെക്നിക്കൽ ഉദ്യോഗാർത്ഥികളോട് ഒരു 1ാം റാങ്ക് കിട്ടിയ ഒരു വിജയ് എന്ന രീതിയിൽ അങ്ങേക്ക് പറയാനുള്ള ഒരു എയ്ഡ് അഡ്വൈസ് എന്താണ്? അവരോട് ഇനി വരുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചു തുടങ്ങാൻ ഒരുപാട് ലേറ്റായി. ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിന് പ്രിപ്പയർ ആയിരിക്കണം. അപ്പോൾ നമുക്കൊരു വർഷത്തോളം അല്ലെങ്കിൽ ഒരു 10 മാസത്തോളം സമയം കിട്ടും. പിന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 70% പ്രീവിയസ് ഇയർ മുമ്പ് നടന്ന ഒരു 10 വർഷത്തിനുള്ളിലോ 5 വർഷത്തിനുള്ളിലോ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ. അതുപോലെ ഒരു ITA ലെവൽ എക്സാം ആണെങ്കിൽ ITA എക്സാം നടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. അതും ഒക്കെ കളക്ട് ചെയ്ത്
വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം പഠിക്കുന്ന ഒരാൾക്ക് കിട്ടാവുന്നേ ഉള്ളൂ ഈ 1ാം റാങ്ക്. അതൊക്കെയായിരുന്നു ഇനി വരുന്നവരോട് പറയാനുള്ളത്. അതായത് എന്തായാലും ഇതിനുവേണ്ടി എഫേർട്ട് ഇട്ടാൽ റിസൾട്ട് ഉണ്ടാകും അല്ലേ? ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. അപ്പം താങ്കളുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി നീക്കി വെച്ചതിനും ഒപ്പം തന്നെ താങ്കളുടെ അനുഭവങ്ങൾ വിദ്യാർത്ഥികളുമായിട്ട് പങ്കുവച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. ഏതൊരു സാധാരണ മനുഷ്യനും തന്റെ എഫർട്ട് കൊണ്ട് വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാം എന്നതിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ജിഷ്ണു. അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് നമ്മളുമായിട്ട് പങ്കുവച്ചത്. നിങ്ങളെ പോലെയുള്ള ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും അനായാസേന ഏതൊരു സർക്കാർ ജോലിയിലും ഉന്നതമായ റാങ്ക് നേടിയെടുക്കാം എന്നതിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ഇദ്ദേഹം. ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു സർക്കാർ ജോലി കിട്ടാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മറ്റൊരു സക്സസ് സ്റ്റോറിയുമായി നമുക്ക് കാണാം. ഗുഡ് ബൈ.